ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്നും ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ അമ്മയുടെയും മോളുടെയും രണ്ടനച്ഛന്റെയും കഥ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിന്റെ 8ാമത്തെ പാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 8ാമത്തെ പാർട്ട് നിങ്ങൾ പോലെ തന്നെ ഞാനും ഒരുപാട് കൊതിച്ചിരുന്ന പാർട്ട് തന്നെയാണ്. അവർ 4 പേരും കൂടെ ഒന്നിച്ച് ഒരു പൂങ്കാവനം തീർത്താൽ എങ്ങനെയുണ്ടായിരിക്കും അല്ലേ? ആ കഥയുടെ ക്ലൈമാക്സ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. ഇതുവരെയുള്ള എല്ലാ പാർട്ടും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലൈമാക്സ് കേൾക്കുക. എന്നാലേ ആ സ്റ്റോറിയുടെ ഫുൾ ത്രില്ല് കിട്ടുള്ളൂ. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പരിചയപ്പെടാനും ആ കഥകളൊക്കെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോ നേരെ കഥയിലേക്ക് പോയാലോ. കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നിട്ടിപ്പോ കുറച്ചധികം നാളായി. ശാരിക്ക് മോളെ കാണാതിരുന്നിട്ട് തീരെ തൃപ്തിയില്ല. സുജിത്തിന്റെ വീട്ടിലിടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നൂടെ മക്കളെ, കുറച്ചു ദിവസം അച്ഛനും അമ്മയും ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാതെ സങ്കടമാവും. എന്നാൽ ചില സമയങ്ങളിലോ മോളെ കാണാതെ വല്ലാതെ മൂടുമാവും. എന്താല്ലേ ഒരമ്മയുടെ അവസ്ഥ. ശാരിക്കിപ്പോ ഭർത്താവിന്റെ സാന്നിധ്യം അടുത്തുള്ളത് കൊണ്ട് നന്നേ പ്രായം ചെറുപ്പമാ തോന്നിക്കുന്നേ. എന്താ അതുപോലെയല്ലേ എക്സസൈസ് ഒക്കെ. പുള്ളിക്കാരൻ നന്നായി വ്യായാമം ചെയ്യിപ്പിക്കും. എന്തു തരം വ്യായാമമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. രണ്ടുപേരും ചെറുപ്പമായി നിൽക്കുന്നതിന്റെ സീക്രട്ട് ഇപ്പോഴും അത് തന്നെയാട്ടോ. അതിനിടയിലാണ് സുജിത്ത് ഒരു ദിവസം വിളിച്ച സന്തോഷ വാർത്ത പറഞ്ഞ്. അച്ഛനും അമ്മയും സന്തോഷിക്കാനുള്ളൊരു വകയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് എനിക്ക് ലീവാണ് ജോലി സ്ഥലത്ത് നിന്ന്. ഒരു വിദേശത്തേക്കുള്ള ട്രാവലും കാര്യങ്ങളും ഒക്കെ ആയി ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും ഇവിടെ കമ്പനിയിലുള്ളവർ. ഞാനപ്പോൾ ആ യാത്രയിൽ പങ്കെടുക്കുന്നില്ല. ഉടനെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് ഈ 10-20 ദിവസം കഴിയുമ്പോൾ തന്നെ ഭാര്യയെ ഇവിടെ ഇട്ട് ഞാൻ എങ്ങനെ ഇത്രയും ദിവസം മാറി നിൽക്കും? അതുകൊണ്ട് ഞാനിപ്പോ അവളുമായി അങ്ങോട്ടേക്ക് വരാം. ഈ 20 ദിവസം ഏതായാലും അച്ഛന്റെ അമ്മയുടെയും കൂടെ ആയിക്കോട്ടെ. അടിച്ചു പൊളിക്കൽ. എത്ര സന്തോഷമായിന്നോ അത് കേട്ടപ്പോൾ ശാരിക്ക്. രേഷ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ മോനെ സുജിത്തെ, അമ്മ പറഞ്ഞപ്പോഴേക്കും സുജിത്ത് രേഷ്മയ്ക്ക് ഫോൺ കൊടുത്തു. അമ്മേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഏതാണ്ട് നാളെ ഉച്ചയോടെ തന്നെ എത്തും. സന്തോഷായില്ലേ എന്റെ അമ്മക്കിളിക്ക്? പിന്നല്ലാതെ എത്ര നാളായി എന്റെ പൊന്നുമോളെ കണ്ടിട്ട്. അച്ഛനും നിന്നെ കാണാൻ കാത്തിരിക്കുക. വേഗം ഇങ്ങോട്ടേക്ക് വാ. രേഷ്മ അപ്പോൾ ചിരിച്ചു. അച്ഛനെ കാണാൻ ഞാനും കാത്തിരിക്കുക എന്ന് അച്ഛനോട് പറയണേ. അതിലൊരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു. അവളുടെ ആ കള്ളച്ചിരി കേട്ടിട്ടാവും സുജിത്തൊന്ന് ചിരിച്ചു. മറുതലയ്ക്കൽ അത് കേട്ടപ്പോഴേക്കും ശാരിയും പൊട്ടിച്ചിരിച്ചു. അമ്പടി കള്ളി, നീ അതിനെ കാത്തിരിക്കുവല്ലേ? എന്നാൽ ഞാൻ എന്റെ മരുമോനെയും കാത്തിരിക്കുക. നീ അവനുമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ. സ്പീക്കറിലായിരുന്നു ആ സമയത്ത് രേഷ്മ ഫോൺ ഇട്ടിരുന്നേ. അത് കേട്ടപ്പോൾ സുജിത്തൊന്ന് ഞെട്ടി. എന്റെ പൊന്നു പെണ്ണേ, നിന്റെ അമ്മ എന്നെ പറ്റി എന്ന് കൊതിയോടെ സംസാരിക്കുന്നേ. എന്നെ പിടിച്ച് തിന്നുകളയോ എന്റെ അമ്മായിയമ്മ? സുജിത്ത് ചോദിച്ചപ്പോഴേക്കും രേഷ്മ വീണ്ടും ചിരിച്ചു. ഹേ, അമ്മയൊരു സാധുവാ. പിന്നെ സ്വർഗം കാണിക്കാൻ എന്നെക്കാളും അടിപൊളിയാട്ടോ. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഒരിക്കൽ നീ അമ്മയുടെ അടുത്തൊന്ന് ചെന്ന് നോക്ക്. അപ്പൊ അറിയാം അമ്മയുടെ പവർ എന്താന്ന്. ഏതായാലും നാളെ നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നേ. ഇതിനുള്ള അവസരം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ആ കോൾ അവസാനിപ്പിച്ചു. അമ്മയും മോളും കൂടെ നാളെ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നേ? അവളുടെ രണ്ടാനച്ഛൻ മനോജ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശാരി കുറെ ദിവസമായി സഹിച്ചു പിടിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും എനിക്ക് രേഷ്മ മോളെ കണ്ടില്ലെങ്കിൽ എന്റെ പിടി വിട്ടുപോകും എന്ന് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം സഹായിച്ച് രേഷ്മ ഇങ്ങ് എത്തുമല്ലോ. നന്നായി. മനോജ് അത് ഓർത്തിങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം ഏതാണ്ട് 2 മണിയായപ്പോ തന്നെ കാറ് വന്ന് നിന്നു. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു രേഷ്മ ശാരിയെ. ആഹാ, മരുമോനും വാ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വർത്തമാനമൊക്കെ പറഞ്ഞ് 4 പേരും കൂടെ ചായയൊക്കെ കുടിച്ചു. എത്ര സന്തോഷത്തോടെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഈ പുറത്തുനിന്ന് നോക്കുന്ന നമുക്കൊക്കെ കുശുമ്പ് തോന്നിപ്പോവും.
അതിനുള്ള കാരണം എന്താന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയാം. അന്ന് രാത്രി ഏതാണ്ട് ഒരു 9 മണിയായി കാണും. ഭക്ഷണം എടുത്തു വയ്ക്കുന്ന സമയം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ കുറെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തു നിന്നാണെന്ന് ഫുഡ് വാങ്ങിയിരുന്നത്. ഫുഡ് ഉണ്ടാക്കാനൊന്നും മെനക്കെട്ടില്ല. അത്രയും സമയം കൂടി സംസാരിക്കാമല്ലോ. ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ മേശയാ ഉള്ളത്. 4 പേർക്ക് കറക്റ്റ് പാകം. അതിനിടയിൽ അച്ഛൻ മനോജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു നമ്മുടെ രേഷ്മ മോൾ ഇരുന്നിരുന്നത്. അച്ഛനെ കാണിക്കാൻ വേണ്ടി തന്നെ അവൾ അച്ഛന് വളരെ ഇഷ്ടമുള്ള ഒരു ചുരിദാറിന്റെ ടോപ്പാണ് ധരിച്ചിരുന്നത്. സൈഡിൽ ഒരു ലെഗിൻസും കൂടെ ആവുമ്പോഴേക്കും അവളുടെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ത് മനോഹരമാണ്. ഹണിച്ചേച്ചിയെ തോൽപ്പിക്കും പോലെയുള്ള ആ പിന്നാമ്പുറമാണ് ഹൈലൈറ്റ്. കുറെ നാളായില്ലേ ഇതൊക്കെ കണ്ടിട്ട്. മനോജിനുണ്ടായ ഇളക്കം പറയാതെ വയ്യ. കൊതിയോടെ അയാൾ ഇങ്ങനെ കണ്ണുകൊണ്ട് രേഷ്മയെ ഒപ്പി കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ട് നമ്മുടെ ശാരി ചിരിക്കും. അതെ, നിങ്ങളുടെ മോള് ഇപ്പോൾ മരുമോന്റെ സ്വന്തമാ. അവന്റെയും കൂടെ അനുവാദം ഇനി വാങ്ങിക്കണം കേട്ടോ. നേരെ ചെന്നങ്ങ് കേറരുത്. അവൾ പണ്ടത്തേതുപോലെ ഒറ്റയ്ക്കാ കിടക്കുന്നതെന്ന് വിചാരിക്കരുത്. ശാരി ഇടയ്ക്കിടയ്ക്ക് തന്റെ ഭർത്താവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മനോജ് ചിരിച്ചു. ഒന്ന് പോടി, നീ എന്നെ ഇങ്ങനെ നോക്കാതെ ഇടയ്ക്ക് നിന്റെ മരുമോനെ ശ്രദ്ധിച്ചു നോക്ക്. വന്നപ്പോ തുടങ്ങി അവൻ നിന്റെ സാരിയുടെ സൈഡ് ഭാഗമൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മായി അമ്മേനെ വളയ്ക്കാനുള്ള പ്ലാനാണെന്നാ തോന്നുന്നേ. അത് പറഞ്ഞപ്പോഴേക്കും ശാരി ഒന്ന് ഞെട്ടി. ഈശ്വര, സത്യം പറഞ്ഞാൽ ഇത്രയും സമയമായിട്ടും അവനെ ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഏതായാലും മനോജേട്ടൻ പറഞ്ഞതല്ലേ, ഇനിയൊന്ന് ശ്രദ്ധിച്ചു കളയാം. എന്തു പറഞ്ഞാലും അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ശാരിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് സുജിത്ത് നല്ലതുപോലെ തന്നെ ആ സാരിയുടെ ഇടയിലൂടെ അമ്മായി അമ്മയെ സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ മരുമോൻ അല്പസ്വല്പം കാഴ്ച നന്നായി തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അവർ സാരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അല്പം തെറ്റിച്ചുമിട്ടു. അതാകുമ്പോൾ ഓരോ മലയും കുന്നുമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇപ്പോൾ സുജിത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ ആ പ്രദർശനം കൊണ്ടാവും അവനാണെങ്കിൽ താഴെ ഒരാൾ കനക്കം വെക്കുന്നത് വേഗം പിടികിട്ടി. ഈശ്വര, ഈ അമ്മ ഇതൊക്കെ കോളമാക്കുമെന്നാ തോന്നുന്നേ. സുജിത്ത് മനസ്സിലോർത്തു. കുറച്ചെങ്കിലും ആറ്റിറ്റ്യൂഡ് എണ്ണം അമ്മായി അമ്മയുടെ മുമ്പിലെന്നാണ് അവൻ മനസ്സിൽ പ്ലാൻ ചെയ്തു വന്നത്. പക്ഷെ ഇതുപോലെ ഒരു തിടമ്പായ അമ്മായി അമ്മ ഇങ്ങനെ അതും സാരിയിൽ നിന്ന് ഓരോന്ന് കാണിക്കുമ്പോ മനുഷ്യന്മാർക്ക് കൺട്രോൾ കിട്ടുമോ? സുജിത്ത് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മേശപ്പുറത്ത് ഭക്ഷണം എത്തിയിരുന്നു. വിളമ്പി വെച്ച് കഴിക്കൽ തുടങ്ങിയപ്പോഴാണ് മനോജ് ആദ്യം കാലിൽ എന്തൊക്കെയോ നിരങ്ങുന്നത് പോലെ അയാളൊന്ന് ഞെട്ടി. എന്തു പറ്റി? ശാരിയ ചോദിച്ച്. ഒന്നുമില്ല, അയാൾ പറഞ്ഞു. വീണ്ടും വീണ്ടും കാലിലൂടെ എന്തോ ഇടയുന്നു. അപ്പോഴേക്കും അയാൾ അവിടെ ഉണ്ടായിരുന്ന 3 പേരെയും നോക്കി. അതാ രേഷ്മയുടെ മുഖത്ത് ഒരു ഗൂഢസ്മിതം. കള്ളി, അപ്പൊ നീയാണല്ലേ ഇതിന്റെ പിന്നിൽ, മനോജ് മനസ്സിലോർത്തു. രേഷ്മ അയാളുടെ ഓപ്പോസിറ്റ് ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അയാളെ കാലുകൊണ്ട് തട്ടിയ മസാജ് ചെയ്തുമൊക്കെ വിടുന്നുണ്ട്. അയാളായിക്കോട്ടെ കുറെ നാൾ കൂടി കിട്ടിയ ആ മോളുടെ സ്പർശന സുഖത്തിൽ അതിമറന്നിരുന്നു പോയി. അല്ല, ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കുകയാണെന്ന് പോലും മനോജ് അല്പസമയത്തേക്ക് മറന്നുപോയിരുന്നു. നീ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോടി പെണ്ണേ എന്ന രീതിയിൽ അയാൾ അല്പസ്വല്പം എല്ലാം പ്രദർശിപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു സ്പൂണ് താഴെയിട്ട് അത് കുനിഞ്ഞെടുക്കാനായിട്ട് രേഷ്മ കുനിയുമ്പോ തന്നെ മനോജ് ആ പൗരുഷമൊക്കെ വെളിയിൽ ഇട്ടിരിക്കുന്നത് കണ്ടവൾ ചിരി വന്നുപോയി. രേഷ്മയോർത്തു, അച്ഛനാള് കൊള്ളാലോ, ഇത്ര പോലെ സഹിക്കാൻ പറ്റുന്നില്ലേ? ഞാനിപ്പോ ഓപ്പോസിറ്റ് ഇരുന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇങ്ങനെ. അപ്പോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാലോ എന്നോർത്തുകൊണ്ടാണ് അവൾ പതിയെ ആ കാല് കൊണ്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ആ കാല് നീണ്ട് അയാളുടെ മടിയിൽ വരെ എത്തിയിരുന്നു. അപ്പോൾ അതാ അവളുടെ ആ തണുത്ത കാലിന്റെ സ്പർശനം കൊണ്ട് അയാളുടെ ചൂടുള്ളതൊക്കെ നല്ല ഒന്നാം തരമായി ഉഷാറായി. ആരും കാണാതെയുള്ള ആ കുലുസിതങ്ങളൊക്കെ വല്ലാത്ത ത്രില്ലായിരുന്നു രേഷ്മയ്ക്കും നമ്മുടെ മനോജിനും. താഴെ തന്നെ തങ്ങളെ അടുത്തിരുന്നു കൊണ്ട് ഈ അമ്മായിയച്ഛനും സ്വന്തം ഭാര്യയും ഓരോന്നൊക്കെ ഒപ്പിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഈ സുജിത്ത് അറിയുന്നു. അല്ലെങ്കിൽ തന്നെ സുജിത്ത് അറിയാൻ എന്തൊക്കെ എനിക്ക് കിടക്കുന്നു അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും അച്ഛനും മോളും നല്ല ഉഷാറായിരുന്നു. പക്ഷെ സുജിത്തിനോട് എങ്ങനെ ആദ്യം തന്നെ ഈ കാര്യം അവതരിപ്പിക്കും എന്നുള്ള മടിയിലാണ് അവർ എല്ലാവരും.
അവൻ തന്നെ ഇങ്ങോട്ടേക്ക് മുൻകൈ എടുത്തിരുന്നെങ്കിൽ എന്നോർത്തുപോയി. അതിനിടയിൽ സമയമായല്ലോ, എന്നാൽ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുജിത്ത് രേഷ്മയുമായി മുറിയിലേക്ക് കയറി കതകടച്ചു. ആ സമയത്ത് ചാരിക്ക് സങ്കടമായി പോയിരുന്നു. അത് കണ്ടോ ഏട്ടാ, ഞാൻ ശരിക്കും ഇന്ന് മോളുടെ കൂടെ കുറച്ചു സമയം കിട്ടുമെന്ന് വിചാരിച്ചു. വരുമാൻ കൊള്ളാലോ, അവളെ ഒറ്റയ്ക്ക് വെച്ചങ്ങ് തിന്നുവാ, നമുക്ക് കൂടെ തന്നൂടെ, പാവ എന്റെ മോളെ. അപ്പോഴേക്കും മനോജ് ചിരിച്ചു. നീ ഒന്ന് അടങ്ങി പെണ്ണേ, അവന്റെ സ്വന്തം ഭാര്യയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അവൻ തിന്നു കഴിഞ്ഞിട്ട് മതി നമുക്ക്. പിന്നെ നീ തീരെ തിന്നാത്തതൊന്നുമല്ലല്ലോ. അപ്പോഴേക്കും നാണം കൊണ്ട് ശാരിയുടെ മുഖം തൊടുത്തിരുന്നു. അതെ, അവർ രണ്ടുപേരും അവിടെ ഇപ്പൊ പരിപാടികളൊക്കെ തുടങ്ങും. നമുക്കിനി വെച്ച് താമസിപ്പിക്കണോ? ഇവിടെ ഒരു റൗണ്ട് തുടങ്ങിയാലോ? അപ്പോഴേക്കും ശാരി അയാളെ തള്ളി മാറ്റി. അടങ്ങിയിരിക്കും കള്ള, എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളെ കൂട്ടാൻ തോന്നുന്നതെങ്കിലോ? ഓ ശരിയാ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. കുറച്ചു സമയം അവരുടെ ആ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരുന്നു. നമ്മുടെ മനോജും ശാരിയും മുറിയിൽ നിന്ന് കലശലായ ശബ്ദം കേട്ടു തുടങ്ങി. പിന്നെ രണ്ടുപേരും നന്നായി അത് ശ്രദ്ധിച്ചു കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരിയാണ് ഐഡിയ പറഞ്ഞത്. വാ ഏട്ടാ, നമുക്ക് ആ കഥകിന്റെ മുന്നിൽ പോയി നിൽക്കാം, നന്നായിട്ട് കേൾക്കാമല്ലോ. മരുമോന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയുന്നത് നല്ലതല്ലേ. അപ്പോഴേക്കും അല്പം ചമ്മലുണ്ടായിരുന്നെങ്കിലും മനോജും കൂടെ പോയി അവളുടെ കഥകിന്റെ മുമ്പിലെത്തി. രണ്ടുപേരും അല്പം കുമ്പിട്ട് ചെവിയും വെച്ച് നിന്നു. എന്തൊക്കെയായിരിക്കും ഉള്ളിൽ നിന്ന് കേൾക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യമായി അവർ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ കട്ടിലോ മറ്റോ കുലുങ്ങുന്ന ശബ്ദം കേൾക്കാം. അതിനിടയിൽ സംസാരവും സുഖം കൊണ്ടുള്ള ഉളച്ചിലും നിലവിളിയും അങ്ങനെ അങ്ങനെ ആകെപ്പാടെ ശബ്ദമയാണ്. അതിനിടയിൽ നല്ല നാടൻ ഭാഷാ പ്രയോഗമായിരുന്നു സുജിത്തിന്റെ ഹൈലൈറ്റ്. അവന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമോ എന്ന് അന്തിച്ചു പോയിരുന്നു കുറച്ചു സമയം കൊണ്ട് ശാരി. അന്തിച്ചു പോയെന്ന് മാത്രമല്ല, അത് കേട്ടപ്പോഴേക്കും അതുപോലെ തന്നെ അവന്റെ വായിൽ നിന്ന് നല്ല ചൂടുള്ളത് കേട്ട് സുഖിക്കാൻ അവൾക്ക് കൊതി തോന്നിപ്പോയി. ഏട്ടാ, അവരെന്തൊക്കെയാ അവളെ വിളിക്കുന്നത്? എന്റെ പൊന്നുമോളുടെ ഒരു ഭാഗ്യം. ഇതുപോലെ നാടൻ ഭാഷയൊക്കെ കേട്ട് ഒന്ന് സുഖിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ വേണം അവന്. ശാരിയുണ്ട് കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്നു. മനോജ് അത്ഭുതപ്പെട്ടു. എന്റെ പെണ്ണെ, അതിനിപ്പോ എന്താ, ഞാൻ അങ്ങനെ പറഞ്ഞു തരാം, അതുപോലെ. അങ്ങനെ അല്ല ഏട്ടാ, അവനാ പറയുന്നതിന്റെ പറച്ചിലൊക്കെ ഒന്ന് കേട്ടു നോക്കിക്കേ, എത്ര തീവ്രമായിട്ടാ പറയുന്നേ. അവളുടെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിലെന്ന് ഓർത്തു പോവാ ആ കട്ടില്. ശാരിയുടെ കൊതി കണ്ടപ്പോൾ മനോജും തമ്പരുന്നു. ഈശ്വരാ, മരുമോനിനി ഇത്ര അടിപൊളിയായി കഴിയുമ്പോ ഭാര്യയുടെയും മോളുടെയും ഇടയിൽ ഞാനൊന്നുമല്ലാതായി പോകുമോ? എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നൈസായിട്ട് എന്നെ തേക്കും. മനസ്സിൽ മനോജ് ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാലും ഈ പെണ്ണ് നിലവിളിക്കുന്നുണ്ടല്ലോ, അവൻ നന്നായി വേദനിപ്പിക്കുന്നുണ്ടാവുമല്ലേ. മനോജാണ് അത് പറഞ്ഞത്. പാവ എന്റെ മോള്, അവൾക്ക് ഇത്രയും ഉള്ളത് താങ്ങാൻ ശേഷിയൊന്നും ആയിട്ടില്ലടി. ആകെ 21 വയസ്സല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോഴേക്കും ശാരി വീണ്ടും മറുപടി പറഞ്ഞു. അവൾക്ക് പ്രായമായില്ലെങ്കിൽ എന്താ ഏട്ടാ, എനിക്കായല്ലോ. അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കാം, എന്റെ ചക്കര മരുമോനെ. അത് കേട്ടപ്പോഴേക്കും ഓരോന്ന് പറഞ്ഞുകൊണ്ട് മനോജ് അവളെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്കി. ഇല്ല ഇല്ല, ഞാനത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവിടെ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറോളം രണ്ടുപേരും നിന്നു. ഇത്രയും സമയമായിട്ടും ഇവനെന്താ തളരുന്നില്ലേ? നിർത്താനായില്ലേ? വല്ലാത്ത കപ്പാസിറ്റി തന്നെ. ചുരുക്കി പറഞ്ഞാൽ തന്റെ മരുമോന്റെ ആ കരുത്തിന് അമ്മായി അമ്മയായ ശാരി തികച്ചും അങ്ങോട്ട് ഇംപ്രസ്ഡ് ആയി പോയിരുന്നു. ഓരോന്ന് പറഞ്ഞ് ശാരിയെ കൂട്ടിക്കൊണ്ടുപോയി മനോജ്. പിന്നീട് അതിനിടയിൽ അയാൾ മനസ്സിൽ ഓരോന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. തന്റെ രേഷ്മ മോൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് മാത്രമായിരുന്നു ആ പാവം അച്ഛന്റെ ചിന്ത. അതിനിടയിൽ അയാൾ ശാരിയുടെ അടുത്ത് നൈസായിട്ടൊന്ന് ചെന്നെങ്കിലും അവൾ അടുപ്പിച്ചില്ല. വേണ്ട മനോജേട്ടാ, എനിക്ക് ഏതായാലും എന്റെ മരുമോന്റെ കൂടെ കുറച്ചു സമയം വേണം, അത് കഴിഞ്ഞിട്ട് മതി ഇനി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളത്. അത് കൊള്ളാം, ഇതെന്തൊരു കഷ്ടപ്പാടാ. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് മനോജ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി 4 പേരും ഒത്തുകൂടി. അതിനിടയിൽ രേഷ്മയുടെ മുഖത്തെ വല്ലാത്ത ക്ഷീണവും തളർച്ചയും കണ്ടപ്പോൾ തന്നെ മനോജിന് പാവം തോന്നിപ്പോയി. പാവം എന്റെ മോള്, എല്ലാ ദിവസവും ഇതുപോലെ ഇവന്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ കിടന്നുറങ്ങുന്നത്. എന്നാൽ
ശാരി ആവട്ടെ ആരാധനയോടെയാണ് സുജിത്തിനെ നോക്കിയിരുന്നത്. എന്റെ മോനെ, എന്നാലും എന്തൊക്കെയായിരുന്നു ഇന്നലെ രാത്രി. അവളിടയ്ക്കിടയ്ക്ക് അങ്ങനെ മനസ്സിലോർത്തുകൊണ്ടേയിരുന്നു. ഭക്ഷണമൊക്കെ കഴിയുമ്പോഴേക്കും മനോജ് ശാരിയുടെ അടുത്തുനിന്ന് ചോദിച്ചു, നീയെങ്കിൽ മരമ്പോന്റെ അടുത്ത് നിന്ന് കാര്യമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് മുട്ടി നോക്ക്. ആ ഗ്യാപ്പ് കൊണ്ട് രേഷ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇതും പറഞ്ഞ് മനോജ് നേരെ രേഷ്മയുടെ അടുത്തെത്തി. പറയൂ, എന്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നലെ നല്ല ബഹളം കേട്ടിരുന്നല്ലോ അവിടെ. അവൻ നന്നായി ശരിപ്പെടുത്തിയല്ലേ? അവളൊന്ന് ചിരിച്ചു. എനിക്കതൊക്കെ ഇഷ്ടം അച്ഛാ, ഞാൻ നന്നായി എൻജോയ് ചെയ്യും. പക്ഷെ ഇന്നലെ ഒരു സ്വല്പം കടുത്തുപോയി. അതിന്റെ ആ ബഹളം അല്പം കൂടിയത്. അത് മാത്രമല്ല, ഏട്ടന് സമയം ഒരു പൊടിക്ക് കൂടുതൽ കിട്ടും ചില ദിവസങ്ങളിലൊക്കെ. അതുപോലെ ഇന്നലെ കൂടുതലായിരുന്നു. അത്രയും താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ വേഗം ടയേർഡായി പോവും. എനിക്ക് ചുരുക്കത്തിൽ അച്ഛൻ എന്നെ തൊടുന്നത് പോലെ, ഒരു പൂ വിരിയുന്നത് പോലെയുള്ള സ്പർശനമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോഴേക്കും മനോജിന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം വന്നു. നന്നായി, തന്റെ മോൾക്കെങ്കിലും തന്റെ ഈ ഉള്ള പരിപാടികളൊക്കെ ഇഷ്ടമാണല്ലോ. മനസ്സ് നിറഞ്ഞു പോയിരുന്നു മനോജിന്. എന്നാൽ അയാൾ ചിരിയോടെ തന്റെ ഭാര്യയെ ഓർത്തു. മോൾക്കറിയോ, ഇന്നലെ അവന്റെ ആ നാടൻ ഭാഷാ പ്രയോഗങ്ങളൊക്കെ കേട്ടപ്പോ തന്നെ നിന്റെ അമ്മ അങ്ങ് ഫ്ലാറ്റായി. മരുമോനോട് ആരാധന മൂത്ത് നടക്കുക. ഇപ്പൊ തന്നെ പോയി അവരെ സെറ്റാക്കുമെന്ന് തോന്നുന്നേ. അയ്യോ അതെയോ? സുജിത്താണെങ്കിലോ അമ്മയൊന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക. അവൻ അത്രയും ഭ്രാന്ത് പിടിച്ചിരിക്കുക അമ്മയോടുള്ള കൊതി കൊണ്ട്. ആണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, മോളിന്ന് അച്ഛന്റെ കൂടെ പോരെ. സുജിത്ത് ഇന്ന് അമ്മയുടെ കൂടെ നിന്നോട്ടെ, എങ്ങനെയുണ്ട്? അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്നു രേഷ്മ. ഞാനത് അങ്ങോട്ടേക്ക് പറയാൻ വരുമായിരുന്നു. ഞാനിന്ന് അച്ഛന്റെ കൂടെ വരാം. സുജിത്തിന്റെ ഒപ്പം അമ്മ പൊയ്ക്കോട്ടെ. എനിക്ക് ഒരുപാട് നാളായി അച്ഛന്റെ ആ സ്പർശനം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ ടേബിളിനടിയിൽ കൂടെയല്ല ഞാൻ അത്രയും കൊതി കാണിച്ചത്. അയാൾ ചിരിച്ചു. അത് പിന്നെ എനിക്കെന്റെ പൊന്നുമോളെ അറിയില്ലേ? അവൻ വരുമ്പോ തന്നെ നിന്നെ അങ്ങ് പൊക്കി മുറിയിലേക്ക് കൊണ്ടുപോകണമെന്നാ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നേ. പോരാത്തതിന് നീ ഇട്ടോണ്ട് വന്ന ആ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ ആ ഡ്രസ്സ്. അതും കൂടെ ആയപ്പോൾ കൊതി സഹിച്ചില്ല. പക്ഷേ സുജിത്തുള്ളപ്പോ എനിക്ക് അതിനൊക്കെ ലിമിറ്റ് ഉണ്ടല്ലോ, അല്ലേ മോളെ? അപ്പോഴേക്കും രേഷ്മ ഇടക്ക് കയറി. ഇല്ലച്ചാ, ആ ലിമിറ്റൊക്കെ ഏതായാലും ഇന്നത്തേത് കൊണ്ട് നമുക്ക് മാറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സീക്രട്ട് പരിപാടിയും ഒഴിവാക്കണം. എല്ലാം നല്ല ഒന്നാന്തരമായി പകൽ വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന പരുവത്തിലാക്കണം. എന്നാലല്ലേ ഒരു രസമുള്ളൂ. അതെ അതെ, അവരോരോ പ്ലാനിങ് നടത്തുമ്പോഴേക്കും അമ്മ സുജിത്തിന്റെ അടുത്ത് എത്തിയിരുന്നു. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ആ സാരി എടുത്ത് ചുരുട്ടി കയ്യിൽ പിടിച്ച് നന്നായി അവർ വീശി. ഓരോ തവണയും ആ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കൊതിയോടെയാണ് സുജിത്ത് നോക്കിയിരുന്നത്. അത്ര നേരം നോക്കിയിരുന്നിട്ടും അവൻ ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആകെ മത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശാരി. സഹി കെട്ട കൊണ്ടാവും. ശാരി എഴുന്നേറ്റ് അങ്ങോട്ട് തന്നെ ചെന്നു. അവനിരിക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ മേശയുടെ അടുത്ത് ചെന്നിരുന്ന് അവൾ ചോദിച്ചു, എന്തേ, അമ്മായിയമ്മയാണോ അതോ സ്വന്തം ഭാര്യയാണോ സുന്ദരി? പറയൂ. സുജിത്ത് അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിലും ഒരു നിമിഷം അമ്മയുടെ ഉദ്ദേശം എന്താന്ന് അവന് മനസ്സിലായി. ഒരു കൈ കൊണ്ട് ഗതി ആ സാരിയുടെ സൈഡൊന്ന് പൊക്കി. അത് കണ്ട് അവൻ നന്നായി ആസ്വദിച്ചു. ആഹാ, ഇതൊക്കെ കണ്ടാൽ ഞാൻ എങ്ങനെയാ സമ്മതിച്ചു തരാതിരിക്കും? എന്റെ ഭാര്യയെക്കാളും 10 മടങ്ങ് സുന്ദരി ഈ അമ്മായിയമ്മ തന്നെയാ. അത് കേൾക്കേണ്ട താമസം. അവൾ അവന്റെ മടിയിലേക്ക് കടന്നു. പിന്നീട് അവിടെ ശക്തമായ ഒരു ചുണ്ടുവലിക്കൽ തന്നെയായിരുന്നു. അമ്മയുടെ ആ കൊതി കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റിയില്ല. നമ്മുടെ സുജിത്തിനും ഓരോ സ്ഥാനത്തുമായി അവനും മെല്ലെ മെല്ലെ തഴുകി ഉണർത്താൻ തുടങ്ങി. അല്പസമയം കഴിയുമ്പോഴേക്കും രണ്ടുപേരും ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. നമുക്കെന്നാൽ മുറിയിലേക്ക് പോയാലോ? സുജിത്തിന്റെ ആ ക്ഷണത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും സമയം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശാരി കാത്തിരുന്നത്. അവൾ അവന്റെ പിന്നാലെ ഓടിയ മുറിയിലേക്ക് കയറി. ധൃതിയിൽ രണ്ടാളും നന്നായി കഥക് കുറ്റിയിടുന്നത് പോലും മറന്നിരുന്നു. കട്ടിലേക്ക് മലർന്നു വീണ തന്റെ അമ്മായിയിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. പിന്നീട് അവിടെ രണ്ടുപേരും കുതിരകളെ പോലെയുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ഒച്ചയും നിലവിളിയും ആ സുഖം കൊണ്ടുള്ള പുളച്ചിലും ശബ്ദവും ഒക്കെ ആയപ്പോൾ തന്നെ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മനോജിനും രേഷ്മയ്ക്ക് കാര്യം കത്തി. അവിടെ സുജിത്തത പണി തുടങ്ങി. അമ്മയും അതെ. എങ്കിൽ വാ,
നമുക്കൊന്ന് പോയി നോക്കിയാലോ മോളെ? സുഖം കൊണ്ട് പുളയുന്ന തന്റെ ഭാര്യയെ കാണാൻ സഹികെട്ട് നിൽക്കുകയായിരുന്നു മനോജ്. അപ്പോൾ തന്നെ രേഷ്മയും കുട്ടി അയാൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. കഥക് തുറന്നു കിടക്കാന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും അതിനിടയിലൂടെ ചെറുതായി ഒന്ന് ഒളിഞ്ഞു നോക്കി. അവിടെ കണ്ട കാഴ്ച ശരിക്കും പറഞ്ഞാൽ ആരെയും അങ്ങ് മത്തുപിടിപ്പിക്കുന്നതായിരുന്നു. ഓരോ തവണയും അവൻ അമ്മയെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവളാവട്ടെ ശക്തമായി അവനിലേക്ക് ഓരോ തവണയും അടുത്തുകൊണ്ടുമിരുന്നു. കൊടുങ്കാറ്റ് പോലെയാണ് സുജിത്ത് ശാരിയിലേക്ക് ആഴ്ന്നിറങ്ങിയത്. അവളുടെ ഓരോ സോഫ്റ്റ്നെസ്സും അവൻ കവർന്നെടുത്തു. സുഖം കൊണ്ട് നന്നായി തന്നെ നിലവിളിച്ചു പോയി നമ്മുടെ ശാരി. അത് മാത്രമല്ല, ഇന്നലെ തന്റെ മോളെ പറഞ്ഞ് സുഖിപ്പിച്ച ആ നാടൻ ഭാഷകൾ തനിക്കും വേണമെന്ന് പറഞ്ഞ് അവൾ കെഞ്ചി. പിന്നീട് ശരിക്കും നമ്മുടെ സുജിത്തിന്റെ വായിൽ നിന്ന് വന്നതൊക്കെ കേൾക്കേണ്ടത് തന്നെ ആയിരുന്നു. ഓരോ തവണയും അവൻ അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിളിക്കുമ്പോൾ ആ അഭിസംബോധനയിൽ വീണ്ടും വീണ്ടും സുഖം കൊണ്ട് ശാരി ശക്തമായി പുളഞ്ഞു പോയിരുന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് രണ്ടാളും നൂൽബന്ധമില്ലാതെ അങ്ങ് തളർന്നു വീഴുമ്പോഴേക്കും ആ കിടപ്പ് കൂടെ കണ്ടപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രണ്ടാനച്ഛനായ മനോജിനും മകൾ രേഷ്മയ്ക്കും ഒരു ഉഷാറൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. തന്റെ അച്ഛൻ ഓരോ സ്ഥലത്തുമായി പതിയെ പതിയെ വിരളക്കി ഓടിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അച്ഛനും ഓണായി തുടങ്ങി. എങ്കിൽ വാ, നമുക്ക് അപ്പുറത്തേക്ക് പോയാലോ? അതിന് കാത്തിരിക്കുകയായിരുന്നു മനോജും. അയാൾ പിന്നീട് അവളെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. കൈകളിൽ കോരിയെടുത്തു മുറി വരെ നടന്നുപോയി. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ കടുത്തുപോയ പ്രയോഗത്തിൽ അവൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടോ എന്ന് അയാൾക്കറിയണമല്ലോ. അതുകൊണ്ട് എല്ലാം പതുക്കെയാക്കി പതിയെ പതിയെ അയാൾ തൊട്ടുണർത്തുമ്പോഴേക്കും ഒരു ചിത്രശലഭത്തെ പോലെ അവൾ അയാളിലേക്ക് പാറി പാറി അമർന്നു. പിന്നീട് പറയാനുണ്ടോ? അയാളുടെ ആ കരവലയത്തിലെ സ്നേഹത്തിനിടയിൽ ഒരു മാൻപേടയെ പോലെ നമ്മുടെ രേഷ്മ ഒതുങ്ങിക്കൂടി. ശരിക്കും പണ്ട് നേരെ തിരിച്ചായിരുന്നു. ഇതുപോലെ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമുള്ള ആളായിരുന്നു അമ്മ ശാരി. അന്നിതുപോലെ നല്ല ഒന്നാം തരമായി പാറിപ്പടന്ന് നടന്നിരുന്ന ആള് നമ്മുടെ മോൾ രേഷ്മയാണ്. ഇപ്പോൾ നേരെ തിരിച്ചായി. രേഷ്മയ്ക്ക് ഇപ്പോൾ തീരെ ഒതുക്കമുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് താല്പര്യം. അതെന്തു പറ്റും മോളെ അങ്ങനെ? അറിയില്ല അച്ഛാ, എനിക്ക് അച്ഛനെ ഒരുപാട് മിസ് ചെയ്യും. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചാണ് ഏറ്റവും ഇഷ്ടം. അവൾ വീണ്ടും കൊതിയോടെ അച്ഛനിലേക്ക് അമർന്നു. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്നേഹം പുണർന്ന് ഒരുപാട് സമയം കിടന്നു. കുറെ സമയം കഴിഞ്ഞ് അവിടെ നിന്ന് അമ്മയും സുജിത്തും എല്ലാം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ വേഗം വസ്ത്രമൊക്കെ വാരി ചുറ്റി മനോജും രേഷ്മയും അവരുടെ പിന്നാലെ ചെന്നു. അത് ശരി, അച്ഛനും മോളും ഇവിടെ ഇതായിരുന്നല്ലേ പണി. ശാരി പുറത്തേക്ക് ഇറങ്ങി അവരെ ഒളി കണ്ടിട്ട് നോക്കി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന സുജിത്തും ചിരിച്ചു. എടി കള്ളി, അച്ഛനെ കാണാൻ കൊതിയാവുന്നു നീ ഇതിനാണല്ലേ പറഞ്ഞത്? അത് കേട്ട് ചിരിച്ചുകൊണ്ട് രേഷ്മ പറഞ്ഞു, എടാ നിന്റെ അമ്മയോടുള്ള ഈ ആക്രാന്തം മാറിയോ? അമ്മയെ കുറച്ചെങ്കിലും ബാക്കി വെച്ചേക്കണേ. എന്റെ അടുത്ത് കാണിക്കുന്നത് പോലെ ചെയ്യാൻ നിക്കല്ലേ. അച്ഛൻ പാവം പട്ടിണിയായി പോവും. അപ്പോഴേക്കും എല്ലാവരും പൊട്ടിപ്പൊട്ടി ചിരിച്ചു. തന്റെ ഭാര്യയുടെ മുഖത്തുള്ള മാറ്റം കണ്ടപ്പോഴേക്കും മനോജ് അത്ഭുതപ്പെട്ടുപോയി. ഈ നാടൻ ഭാഷാ പ്രയോഗത്തിനൊക്കെ ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്ന് മനോജ് അന്നാണ് മനസ്സിലാക്കിയത്. തന്റെ കാര്യവും അപ്പോൾ ഇനി അപ്ഡേറ്റ് ചെയ്തേണ്ടിരിക്കുന്നു. മരുമകനിൽ നിന്ന് അല്പസ്വല്പം കാര്യങ്ങളൊക്കെ പഠിക്കണം മനോജ് ഓർത്തു. അല്ല മോളെ, നിന്റെ കെട്ടിയവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അവൻ സോഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമോ? അപ്പോഴേക്കും രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ അച്ഛാ, നന്നായിട്ട് തന്നെ സോഫ്റ്റായി ചെയ്യും. അന്ന് സംഭവിച്ചത് ഞാൻ തന്നെ സുജിത്തേട്ടനോട് അല്പം ഹാർഡായിട്ട് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയതാണ്. അത് ശരി, അപ്പൊ നിന്നെ പറഞ്ഞാ മതി അല്ലേടി കള്ളി. അവർ വീണ്ടും ചിരിച്ചു. അന്ന് രാത്രി വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന വേളയിൽ മനോജ് ശാരിയും കൊണ്ട് പോയി. ഇങ്ങോട്ട് വന്നേ, ഇന്ന് കുറച്ച് കടുത്ത വ്യായാമൊക്കെ ചെയ്തല്ലേ, റെസ്റ്റ് എടുക്കാം കേട്ടോ. മനമോന്റെ പിന്നാലെ ഇന്നും ഓടാൻ നിന്നാൽ നിന്റെ പണി തീരും ശാരി. അത് കേട്ടപ്പോഴേക്കും ശാരി പറഞ്ഞു, ചുമ്മാ ഇരിക്ക് മനോജേട്ടാ, അവൻ എന്താ അടിപൊളിയേട്ടാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നറിയാമോ? നമുക്കിന്ന് അവരുടെ രണ്ടുപേരുടെയും മുറിയിൽ ഒളിഞ്ഞു നോക്കാട്ടോ. മനോജിന് ചിരി വന്നു. ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറു തന്റെ ഭാര്യ ഇത്രയും കൊതിയുള്ളവളായിരുന്നെന്ന് അറിഞ്ഞതേയില്ല. അല്ല, അപ്പൊ നിനക്ക് നിന്റെ മോളെ അല്ലായിരുന്നോ വേണ്ടത്? ഇപ്പൊ മരുമോനോടായോ? അത് പിന്നെ എന്തു പറയാനാ, ഇപ്പൊ എനിക്ക് തൽക്കാലം മരുമോനെ മതി.
അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ഉറക്കെ ഉറക്കെ ചിരിച്ചുപോയി നമ്മുടെ മനോജ്. ഏതാണ്ട് 11 മണിയായി കേട്ടോ. ഈ സമയത്ത് വീണ്ടും മുറിയിൽ നിന്ന് ശബ്ദവും ബഹളവും ഒക്കെ തുടങ്ങി. അല്പനേരം ചെന്ന് നമ്മുടെ ശാരിയും മനോജും അവിടെ നോക്കി നിന്നു. അതാ ഇന്നലത്തെ പോലെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ നമ്മുടെ സുജിത്ത്. ഇവനപ്പോ ഈ പരിപാടിയും വശമുണ്ടോ? ശാരി അത്ഭുതപ്പെട്ടു പോയി. പിന്നല്ലാതെ അവന് ഈ പരിപാടിയും വശമുണ്ട്, അല്പം ഹാർഡായിട്ടുള്ള പരിപാടി എനിക്കും വശമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു നമ്മുടെ മനോജ്. ശരിക്കും ഏട്ടന് നാടൻ ഭാഷയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തകർത്ത് ചെയ്യാൻ അറിയാമോ? പിന്നല്ലാതെ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച ശാരി? എന്റെ മറ്റൊരു മുഖം നീ ഇന്ന് കാണും. അതെയോ? ശാരി അത് കേട്ടപ്പോൾ കുളിർത്തു പോയിരുന്നു. എങ്കിലിന്ന് തന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഈ കൊള്ളലൊക്കെ, അവൾ മനസ്സിൽ വിചാരിച്ചു. അവർ ഓരോന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവിടെ മുറിക്കുള്ളിൽ രണ്ടുപേരും മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. സുഖം കൊണ്ടുള്ള നിലവിളി കൊണ്ട് കണ്ണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാതെ രണ്ടാളും ആ മുറിക്കുള്ളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പുറത്തു നിന്ന് ഓരോ ചേഷ്ടകൾ കാണിച്ചു തുടങ്ങി. വികാരം സഹിക്കാൻ വയ്യാതെ അച്ഛനും അമ്മയും ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴേക്കും ഈ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് മക്കൾ രണ്ടുപേരും അപ്പോ ഡോറിന്റെ അടുത്തേക്ക് നോക്കുന്നതും ഏകദേശം ഒരേ സമയത്തായിരുന്നു. കണ്ടുപിടിച്ചു നമ്മളെ. അയ്യോ, ആകെ ചമ്മിയ അവസ്ഥയിലായി പോയിരുന്നു മനോജ് ശാരിയും. ഇങ്ങോട്ടേക്ക് വാ വാ, എന്തേ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? സുജിത്താണ് അവരെ വിളിച്ചത്. നൂൽബന്ധമില്ലാതെ അവരുടെ മുന്നിൽ മലർന്നു കിടന്നുകൊണ്ട് രേഷ്മയും വിളിച്ചു. അച്ഛനും അമ്മയും വേഗം വാ. എന്തേ ഇത്ര ലേറ്റായി? ഞങ്ങൾ വിചാരിച്ചു അല്പം മുന്നേ വരുമെന്ന്. ഞങ്ങൾ കുറെ നേരമായി വന്നിട്ട് മോളെ, ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു. അല്ല, എന്നാ നിങ്ങൾ കിടന്നോ? കിടക്കാനോ? അപ്പൊ ഞങ്ങൾ ഉറക്കാൻ വേണ്ടിയാണോ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നത്? അപ്പോഴേക്കും മനോജ് ഇടക്ക് കയറി. വേണ്ട മക്കളെ, നല്ല ക്ഷീണം കാണില്ലേ നിങ്ങൾക്ക്, കിടന്നുറങ്ങിക്കോളൂ. അപ്പോഴേക്കും സുജിത്ത് ഇടപെട്ടു. ഇല്ല അച്ഛാ, ഒരംഗത്തിന് കൂടെയുള്ള ബാല്യം തൽക്കാലം ബാക്കിയുണ്ട്, ഇങ്ങോട്ട് വാന്നേ. അതും പറഞ്ഞ് സാരിയുടെ ഒരു തുമ്പിൽ പിടിച്ച് സുജിത്ത് ഒരൊറ്റ വലി. അവൾ വന്ന് മോളുടെയും മരുമോന്റെയും നടുവിലേക്ക് വീണു. അല്പസമയം അതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ തന്നെ മനോജ് തീരുമാനിച്ചു. അമ്മയോടുള്ള കൊതി ഇത്രയും ദിവസം മനസ്സിലടക്കി വെച്ചിരുന്ന നമ്മുടെ രേഷ്മ അതൊക്കെ ശരിക്കും കെട്ടുപൊട്ടിച്ചു തന്നെ വിട്ടു. അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്തത് അച്ഛനും മരുമോനും അത്ഭുതത്തോടെ കാണുകയായിരുന്നു. പലവട്ടം മനോജ് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സുജിത്തിന് ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയാണേ. എന്തൊരു കൊതിച്ചികളാണല്ലേ അച്ഛാ ഇവളന്മാർ രണ്ടുപേരും, അവർ മനസ്സിലോർത്തു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും തൃപ്തിയായി. അപ്പൊ തന്നെ ഈ പുരുഷന്മാർ രണ്ടുപേരും ഏറെ ഇടപെടലും തുടങ്ങി കേട്ടോ. അമ്മയുടെ അടുത്ത് ആദ്യം സുജിത്തും രേഷ്മയുടെ ഒപ്പം ആദ്യം മനോജുമായിരുന്നെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറി. ഭാര്യയുടെ അടുത്ത് അവനവന്റെ ഭർത്താവുമായി. പിന്നീടോ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അങ്ങനെ നല്ല ഉശിരൻ പരിപാടി തന്നെയായിരുന്നു. 4 പേരും കൂടെ ഒന്നിച്ച് ആ മുറിയിൽ വെച്ച്. ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ ഈ അനക്കം കൊണ്ട് കട്ടിലൊടിഞ്ഞാലോ എന്ന് പേടിച്ച് തറയിലും സോഫയിലും ഒക്കെ വരെ അവർ സ്ഥാനം കണ്ടെത്തി കേട്ടോ. ഒടുവിലെല്ലാം കഴിഞ്ഞ് ആകെ നനഞ്ഞ് വിയർത്ത് കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഒന്നിച്ചൊരു കുളിയും പാസാക്കിയാണ് ആ 4 പേരും വന്നു കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ വരെ നൂൽബന്ധമില്ലാതെ ഒറ്റ ഉടലായി കിടന്നുറങ്ങിയത് ഒന്ന് ഓർത്തു നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ഇത്തരം ഫാമിലികളൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ സ്വർഗം. നമ്മുടെ രേഷ്മയ്ക്കിപ്പോൾ ഒരത്ഭുതമാണ് കേട്ടോ. ഇനിയെങ്ങാനും ഈ ആഴ്ച താൻ ഗർഭിണിയായാലോ? അവൾ ഓർക്കുകയാണ്, ഒരു കുഞ്ഞാവ് വന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് അച്ഛന്റെ ആണോ ഭർത്താവിന്റെ ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അതുപോലെയല്ലേ രണ്ടുപേരും മാറി മാറി എടുത്ത് മേഞ്ഞിരിക്കുന്നത്. അവൾ മനസ്സിലോർത്തു. അടുത്ത ദിവസം ഇതിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ അവിടെ നടന്നത്. ഇങ്ങനെ ഓരോ ദിവസമായി പുതിയ ഓരോ കഥകൾ വന്നുകൊണ്ടേയിരുന്നു നമ്മുടെ രേഷ്മയുടെയും ശാരിയുടെയും ജീവിതത്തിൽ. മനോജും മരുമോൻ സുജിത്തും കൂടെയായി എന്താ പറയാ, നല്ല ഉഷാറ് ഫാമിലി. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സ്വർഗീയമായ വീട്. എല്ലാവർക്കും നമ്മുടെ ഈ അമ്മയും മോളെയും രണ്ടാനച്ഛനെയും മരുമോനെയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ആയിരുന്നു നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കൊണ്ട് നമ്മുടെ ഈ കഥയുടെ എപ്പിസോഡ്സ് അവസാനിച്ചു.
അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാമേ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലും ഇട്ടേക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഈ സീരീസ് ഫുൾ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡുകൾ എല്ലാം കേട്ട് നോക്കണം കേട്ടോ. അപ്പോ അടുത്ത കഥയുമായി കാണുന്നവരെ ബൈ ബൈ.